തുഷാർ ഗാന്ധിക്കെതിരെ ബി.ജെ.പി. പരാതി നൽകി. കലാപശ്രമത്തിനും വിദ്വേഷ പ്രസംഗത്തിനുമാണ് ബി.ജെ.പി. നെയ്യാറ്റിൻകര പോലീസിന് പരാതി നൽകിയത്. ജിബിൻ ചേരുന്നുണ്ട്. ജിബിൻ, ഇതുമായി ബന്ധപ്പെട്ട് ഈ വഴിതടൽ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണോ ബി.ജെ.പിയുടെയും RSSന്റെയും മറുനീക്കം വരുന്നത്? എന്താണ് വിശദാംശങ്ങൾ? പ്രജീഷ്, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവത്തിന് പിന്നാലെ, അതായത് തുഷാർ ഗാന്ധിയെ ബി.ജെ.പി. RSS പ്രവർത്തകർ വഴിയിൽ തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നെയ്യാറ്റിൻകര പോലീസ് സ്വമേധയാ കേസെടുത്ത് ബി.ജെ.പിയുടെ കൗൺസിലർ ഉൾപ്പെടെ 5 പേരെയാണ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി.ജെ.പി. പരാതിയുമായി നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. സമൂഹത്തിൽ മതസ്പർദ്ധയും കലാപവും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് തുഷാർ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനെതിരെയാണ് ഇപ്പോൾ ബി.ജെ.പി. കേസ് നൽകിയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതിന് പിന്നാലെ നാളെ രാവിലെ 11 മണിക്ക് നെയ്യാറ്റിൻകര ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ബി.ജെ.പി. ധർണയെ സംഘടിപ്പിക്കുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും അഡ്വക്കേറ്റ് സുരേഷുമാണ് ഈ ധർണയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു സംഭവത്തിൽ പിന്നാലെ ബി.ജെ.പിക്കെതിരെ, പ്രത്യേകിച്ച് RSSനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അടക്കമുള്ളവർ ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി, കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉണ്ടായ സംഭവത്തിന് ഇന്ന് വൈകുന്നേരത്താണ് നെയ്യാറ്റിൻകര പോലീസ് സ്വമേധയാ കേസെടുക്കുകയും ബി.ജെ.പിയുടെ കൗൺസിലർ ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്ത സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബി.ജെ.പി. തന്നെ സമാന രീതിയിൽ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാനും കലാപാഹനം ഉണ്ടാക്കാനും തുഷാർ ഗാന്ധി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പ്രജീഷ്, അതായത് ജിബിൻ നേരത്തെ എടുത്ത കേസിൽ ഈ ബി.ജെ.പി. RSS നേതാക്കൾക്കെതിരെ എടുത്ത കേസിൽ അവരെ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് പെട്ടെന്ന് വരുന്ന ഒരു പരാതിയാണല്ലോ തിരിച്ചപ്പോൾ എന്തായിരിക്കാം അതിന്റെ നീക്കം? ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ ഈ സംഭവം നടക്കുന്ന തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധമുണ്ടായ വാർഡ് ഭരിക്കുന്നത് ബി.ജെ.പി. ആണ്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് പുറത്തോട്ട ദൃശ്യങ്ങളിൽ നിന്ന് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ വ്യക്തമാണ്. അതായത് ഇത് ബി.ജെ.പിയുടെ വാർഡാണ്, അവിടെ ഇങ്ങനെ വന്ന് പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. അതിൽ കൂടി പ്രതിഷേധിച്ചു. അതായത് ഈ തുഷാർ ഗാന്ധിക്കെതിരെ ഇവർ ബി.ജെ.പി. RSS പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയ അതേ സമയത്ത് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തുഷാർ ഗാന്ധി അനുകൂലിച്ചുകൊണ്ട് സംഭവ സ്ഥലത്തെത്തിയിരുന്നു. അതാണ് അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടാവുകയും പോലീസ് ഇടപെട്ടുകൊണ്ട് അവിടെ പിന്തിരിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിന് പിന്നാലെയാണ് വലിയ പരാതിയൊന്നും തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നെയ്യാറ്റിൻകര പോലീസ് ഈ സംഭവത്തിൽ ഇടപെടാൻ വൈകിയതും കേസെടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇന്ന് ഈ മുഖ്യമന്ത്രി കൂടി ഇതിൽ വലിയ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് നെയ്യാറ്റിൻകര പോലീസ് സ്വമേധയാ കസ്റ്റഡിയിലെടുത്തത്. കാരണം തുഷാർ ഗാന്ധിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, മനഃപൂർവ്വമായി വഴി തടഞ്ഞ വാഹനത്തിൽ കയറുന്നതിന് തടസ്സമുണ്ടാക്കി തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഈ ബി.ജെ.പി. കൗൺസിലർ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. RSS പ്രവർത്തകർ ഉൾപ്പെടെ കേസെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറുനീക്കവുമായി ബി.ജെ.പി. എത്തിയിരിക്കുന്നത്. അതായത് ഇവർ പറയുന്ന ഈ കോൺഗ്രസ് പ്രവർത്തകരും CPM നേതാക്കളും ഒക്കെ പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. പറയുന്നത്. തുഷാർ ഗാന്ധി ഇവിടെ എത്തി നടത്തിയ പ്രസംഗം സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിൽ കലാപം ആഹ്വാനമാണ് തുഷാർ ഗാന്ധി നടത്തിയതെന്ന തരത്തിലാണ് ഇപ്പോൾ ബി.ജെ.പി. പരാതി നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ തുഷാർ ഗാന്ധിക്ക് കേരളത്തിൽ കൂടുതൽ പ്രസംഗിക്കാനുള്ള വേദി ഒരുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് കൂടി കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിവരം നൽകിയത്.